ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഒരു കറി റെഡിയാക്കാനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഈ ഒരു ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുവേ. അതിന് ശേഷമാണ് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഒരു ബീഫിലേക്ക് ഞാനൊരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടപ്പം വെളുത്തുള്ളി ഒന്ന് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാലൻസ് ഇരിക്കുന്നത് നമ്മൾ മസാല റെഡിയാക്കി എടുക്കുന്ന സമയമല്ലേ, അപ്പോൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണേ. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാല ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബീഫ് വേവണ സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടാവും, പക്ഷേ നമ്മൾ നല്ലൊരു ചാറോട് കൂടിയിട്ടുള്ള കറിയല്ലേ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 7 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ, നമ്മുടെ ഒരു ബീഫ് കറി നല്ല ചൂടുള്ള പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയോ പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ഉറപ്പായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് വേവിച്ചിട്ടേ കുക്കർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗവിൽ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2 കഷ്ണം കറുവപ്പട്ടയും ചെറിയ 2-3 കഷ്ണം ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ബേ ലീഫ് ഉണ്ടെങ്കിൽ ആ ഒരു വലുത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 5 ഗ്രാമ്പൂവും ഒരു 3 ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 5-6 ഉണക്കമുളകാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലോണം നമുക്ക് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു മുളകൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയായിരുന്നേ. പിന്നെ ഒരു പിടി ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ചുവന്നുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ബീഫ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കറി ചേർക്കാൻ മറന്നു പോയിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അത് സവാള ചേർത്ത് കൊടുത്ത സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മറന്നുപോയി, ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളിയാണ്, മീഡിയം സൈസിലുള്ള 2 തക്കാളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളിയും സവാളയൊക്കെ ഇതേപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കണ്ടേ, കാരണം നമുക്ക് പൊടികളൊന്ന് മൂപ്പിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു പൊടി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് എണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു കളറും നല്ലൊരു ടേസ്റ്റും ഒക്കെ നമ്മുടെ ആ ഒരു മസാലയ്ക്ക് കിട്ടുള്ളേ. അപ്പോൾ പൊടി നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പകുതി ഭാഗം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാവേ. ഈ ഒരു ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നേ. അപ്പോൾ ഈ ഒരു വെള്ളം എടുക്കുന്നത് നമ്മൾ മസാല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനും ചൂടുണ്ട്, മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന മസാലയ്ക്കും ചൂടുണ്ട്. അത് മാറിയതിന് ശേഷം വേണേൽ അരച്ചെടുക്കാനേ. അപ്പം നമ്മുടെ ആ ഒരു മസാലക്കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെള്ളവും ബീഫിലുണ്ടായിരുന്ന വെള്ളമാണ്, അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്താലും മതിയേ. നമുക്ക് ഈ മസാലക്കൂട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ബീഫ് ചേർത്തതിന് ശേഷമേ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എങ്കിലാണ് ഒരു മസാലയൊക്കെ നല്ലോണം ഒരു ബീഫിലേക്ക് പിടിച്ച് കിട്ടത്തുള്ളേ. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറിയിൽ ഒരു ലേശം ഉപ്പ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടതിന് ശേഷം വീണ്ടും മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാവേ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറി നല്ലതുപോലെ തിളച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് പൊടിക്കൈ കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക,
അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുകൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.